നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിയുമ്പോൾ പോർച്ചുഗലുള്ളത് ഗ്രൂപ്പ് കെയിലാണ്. ഗ്രൂപ്പ് എങ്ങനെയാണ്? ക്രിസ്ത്യാനോയുടെ അവസാന വേൾഡ് കപ്പിൽ കാര്യങ്ങൾ എളുപ്പമാണോ? ഇതൊക്കെയാണ് അവരുടെ ആരാധകർ ഇപ്പോൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മളതൊന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ്. ആദ്യമേ പറയട്ടെ, ഇത്തവണത്തെ വേൾഡ് കപ്പിൽ 48 ടീമുകളുണ്ട്. അതുകൊണ്ട് റൗണ്ട് ഓഫ് 16 മുമ്പ്, പ്രീ ക്വാർട്ടറിന് മുമ്പ് ഒരു റൗണ്ട് ഓഫ് 32 കൂടിയുണ്ട്. ആകെ 12 ഗ്രൂപ്പുകളാണുള്ളത്. അപ്പോൾ എല്ലാ ഗ്രൂപ്പുകളിലെയും ആദ്യ 2 സ്ഥാനക്കാർ റൗണ്ട് ഓഫ് 32ലേക്ക് കടന്നാൽ 24 ടീമുകളെ ആവുകയുള്ളൂ. ബാക്കി 8 ടീമുകൾ മികച്ച 8 മൂന്നാം സ്ഥാനക്കാർ കൂടി മുന്നോട്ട് കിടക്കുക. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ വീഴുക എന്നുള്ളത് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ്. നമ്മൾ ഈ ഗ്രൂപ്പ് നോക്കുകയാണ്. ഗ്രൂപ്പ് കെയിലാണ് പോർച്ചുഗൽ, കൊളംബിയ, ഉസ്ബെക്കിസ്ഥാൻ, പിന്നെ ഇന്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫിൽ നിന്ന് വരുന്ന ഒരു ടീമും. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് കെ. അപ്പോൾ ആരായിരിക്കും ഇന്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫിൽ നിന്ന് വരുന്ന ടീമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് മാർച്ചിൽ അവസാനം മാത്രമേ അറിയാൻ പറ്റൂ. പക്ഷേ ആരൊക്കെ തമ്മിൽ കളിച്ചിട്ടാണ് എത്തുക എന്ന് ഇപ്പോൾ പറയാൻ പറ്റും. ന്യൂ കാലിഡോണിയയും ജമൈക്കയും തമ്മിൽ ഒരു കളി കളിക്കും. അതിൽ ജയിക്കുന്ന ടീം DR കോങ്കോയുമായിട്ട് പ്ലേ ഓഫ് പാത്തിൻ്റെ ഫൈനൽ കളിക്കും. അപ്പോൾ ഈ മൂന്നിലൊരു ടീമാണ് വരാൻ സാധ്യത. ന്യൂ കാലിഡോണിയ, ജമൈക്ക, DR കോങ്കോ. അപ്പോൾ ഈ ഗ്രൂപ്പ് എങ്ങനെയാണ് നമുക്ക് പൂർണ്ണമായിട്ടും വിശകലനം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി അതോടുകൂടി അവിടെ സംജാതമാവുകയാണല്ലോ. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇപ്പോൾ ജമൈക്ക ആണെങ്കിൽ ജമൈക്ക കളിക്കുന്ന ഒരു രൂപമേ അല്ല DR കോങ്കോയുടെ കളി. ഇപ്പോൾ ന്യൂ കാലിഡോണിയ വരുമോ എന്നുള്ളത് കണ്ടറിയുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ അങ്ങനെ ഒരു കൺസ്ട്രെയിൻ്റ് അവിടെയുണ്ട്. പക്ഷെ അതൊക്കെ എന്താണെങ്കിലും പോർച്ചുഗലിനും കൊളംബിയക്കും മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല. പ്രത്യേകിച്ച് ആ 2 ടീമുകളുടെ നിലവിലെ താരങ്ങളുടെ താരബാഹുല്യവും ഒക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകാൻ അവർക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഇല്ലാതെ തന്നെ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നോക്കുക, ഇപ്പം ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, അവരിപ്പം മികച്ച രൂപത്തിലേക്ക് മുന്നോട്ട് കയറി വന്നിട്ടുണ്ട്. അവരുടെ ഫിഫ റാങ്കിങ് 50 എന്ന് പറയുമ്പോൾ അവരുടെ ടീമിനെ നിലവിൽ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇറ്റാലിയൻ ലെജൻഡ് ഫാബിയോ കന്നോരോയാണ്. അവർക്ക് ഈ വേൾഡ് കപ്പിൽ ഒരു മാസീവ് അണ്ടർഡോഗ്സ് ആവാനുള്ള കെൽപ്പുണ്ട്. എന്നാലും ക്രിസ്ത്യാനോ റൊണാൾഡോയും ബ്രൂണോ ഫെർണാണ്ടസും ന്യൂനോ മെൻഡസും വിറ്റീഞ്ഞയും ഒക്കെ അടങ്ങുന്ന പോർച്ചുഗീസ് ദേശീയ ടീമിന് അവരെ മറികടക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ കൊളംബിയയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, ഹാമേസ് റോഡ്രിഗസിൻ്റെ ഒരു പക്ഷേ അവസാന വേൾഡ് കപ്പ് ആവാൻ സാധ്യതയുണ്ട്. ലൂയിസ് ഡേസിൽ നിന്ന് മികച്ച പ്രകടനം അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സോ വേൾഡ് റാങ്കിങ്ങിൽ 13ാം സ്ഥാനത്ത് നിൽക്കുന്ന കൊളംബിയ തീർച്ചയായിട്ടും പോർച്ചുഗലിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പം ആ മാച്ചാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ ഒരല്പം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ പോരാട്ടം. ആ പോരാട്ടമായിരിക്കും ഈ ഗ്രൂപ്പിലെ വിന്നർ ആരാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ക്രിസ്ത്യാനോ എങ്ങനെ വേൾഡ് കപ്പിൽ പെർഫോം ചെയ്യും, എക്സ് ഫാക്ടർ. ഈ ഗ്രൂപ്പിനെ എല്ലാവരും ശ്രദ്ധിക്കാനുള്ള കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്ന ഗ്രൂപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന വേൾഡ് കപ്പാണ്. അദ്ദേഹം ഇത്തവണത്തെ വേൾഡ് കപ്പിൽ കിരീടം ചൂടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ഏത് രൂപത്തിൽ എങ്ങനെയൊക്കെ പറഞ്ഞാലും വേൾഡ് കപ്പ് കൂടി നേടിക്കഴിഞ്ഞാലാണ് അതൊരു പരിപൂർണമായിട്ടുള്ള കരിയർ ആവുക എന്നുള്ളത് പൊതുവെ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനോയുടെ അവസാന വേൾഡ് കപ്പിൽ ഏത് രൂപത്തിലുള്ള പെർഫോമൻസ് അദ്ദേഹം നടത്തും എന്നുള്ളതാണിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും വളരെ മികച്ച പോരാട്ടം ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പം എങ്ങനെയായിരിക്കും ഈ ഒരു ഗ്രൂപ്പ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ പോർച്ചുഗൽ ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്ത് തന്നെ ഫിനിഷ് ചെയ്യാനാണ് സാധ്യത. കൊളംബിയ 2ാമത് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ ഇന്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫിൽ നിന്ന് കടന്നു വരുന്ന ടീം 3ാമതാവാനുള്ള സാധ്യതയുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ 4ാമതും. ഇനി അതല്ല, ഉസ്ബെക്കിസ്ഥാൻ ചില അട്ടിമറികളൊക്കെ നടത്തിയാൽ അവർ 3ാമതെത്താനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്തായാലും ഒരു സർപ്രൈസിങ് ആവാൻ സാധ്യത പോർച്ചുഗലോ കൊളംബിയയോ വീണുപോയാൽ മാത്രമാണ്. ഈ ഗ്രൂപ്പിൽ നിന്ന് അവർ മുന്നോട്ട് കടക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ പോർച്ചുഗൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് മുന്നോട്ട് കടക്കും, കൊളംബിയ 2ാം സ്ഥാനവും കൊണ്ട് മുന്നോട്ട് കടക്കും. ഇതിന് തന്നെയാണ് സാധ്യത. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.